അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുദ്സിന്റെ വിമോചകൻ സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. ആയിരക്കണക്കിന് പോരാളികളെയും ഭരണാധികാരികളെയും ഇസ്ലാമിക ലോകം സംഭാവന ചെയ്തിട്ടുണ്ട്. അവരിൽ സ്വഭാവ മഹിമ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും ഭരണ നൈപുണ്യം കൊണ്ടും വ്യത്യസ്തമായിരുന്നു സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു. അതുല്യമായ ഈമാനിക ബോധമാണ് ചരിത്രത്തിൽ സ്വലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഒരു വെള്ളി നക്ഷത്രമാക്കിയത്. ജമാഅത്ത് നിസ്കാരം നിർവഹിക്കുകയും ഖുർആൻ പാരായണം കേൾക്കാൻ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അദ്ദേഹം. ഖുർആൻ പാരായണം കേട്ടാൽ അദ്ദേഹത്തിന്റെ നയനങ്ങൾ നിറഞ്ഞൊഴുകുമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അത്യധികം ആദരിക്കുകയും തന്റെ സർവവും അതിലർപ്പിച്ചും സ്വലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതം നയിച്ചു. ഖുദ്സിന്റെ രാഷ്ട്രീയപരവും മതപരവുമായ വൈദേശികവും തദ്ദേശീയവുമായ വെല്ലുവിളികളെ മനക്കരുത്തോടെ നേരിട്ട് വിജയം വരിച്ച ആ മഹാവ്യക്തിത്വത്തെ വിസ്മരിക്കാൻ നമുക്കാവില്ല. ജീവിതത്തിൽ വിശ്രമമെന്തെന്നറിയാതെ നിരന്തര യാത്രകളും പോരാട്ടങ്ങളും കൊണ്ട് സംഭവ ബഹുലമായി തീർന്ന ആ ജീവിതകഥ മുസ്ലിം ലോകത്തിന് എക്കാലവും പ്രചോദനവും ആവേശവുമാണ്. കാലാകാലങ്ങളോളം ക്രിസ്ത്യാനികളുടെ അധീനയിലായിത്തീരുന്ന ബൈത്തുൽ മുഖദ്ദസിനെ ഈമാൻ എന്ന വജ്രയായുധം കൊണ്ട് ജീവാർപ്പണം നടത്തി കീഴടക്കുക വഴി ലോക മുസ്ലിം ഉമ്മത്തിന് യശസ്സും അന്തസ്സും തിരികെ തന്നു സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു എന്ന ധീരയോദ്ധാവ്. കരുണയുടെയും ഉദാരതയുടെയും നിത്യപ്രതീകമായിരിക്കെ തന്നെ ധീരനും കരുത്തനുമായിരുന്ന പോരാളിയായിരുന്നു അദ്ദേഹം. രാജാക്കന്മാരുടെ അനാവശ്യ പ്രൗഢിയും ഗാംഭീര്യവും ധൂർത്തും ആഡംബരവും വെടിഞ്ഞ അദ്ദേഹം യഥാർത്ഥ ജനസേവകനായി ലാളിത്യത്തോടെ ഭരണം നടത്തി. ഫലസ്തീൻ ചരിത്രകാരൻ ഡോക്ടർ താരിഖ് സുവൈദാൻ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് സുന്ദരമായ സ്വഭാവത്തിന്റെയും സുഗന്ധവാഹിയായ സംസ്കാരത്തിന്റെയും ഉടമ എന്നായിരുന്നു. ആ മഹാൻ തന്റെ മകന് നൽകിയ ഉപദേശം ഇങ്ങനെയായിരുന്നു: അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക. അതാകുന്നു സകല കാര്യങ്ങളുടെയും മുഖ്യമായ അംശം. രക്തം ചിന്തുന്നതും രക്തം പുരളുന്നതും സൂക്ഷിക്കണം. കാരണം കൂടാതെയും സംശയത്തിന്റെ പേരിലും ആരെയും വധിക്കരുത്. പ്രജകളുടെ ഹൃദയങ്ങൾക്ക് രക്ഷ നൽകണം. അവരുടെ മേലുള്ള അള്ളാഹുവിന്റെയും എന്റെയും കാര്യസ്ഥനാണ് നീ. ജനങ്ങൾക്കും നിനക്കുമിടയിലുള്ള അവകാശ ബാധ്യതകൾ സൂക്ഷിക്കുക. ജനങ്ങളുടെ തൃപ്തിയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല. ആ ത്യാഗോജ്ജലമായ ചരിത്രം ലോകാവസാനം വരെയുള്ള ജനങ്ങളെ ഏറെ ചിന്തിപ്പിക്കുന്നതും ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ഒരു അധ്യായമാണ്. ആനുകാലിക സംഭവങ്ങളും ഖുദ്സിന്റെ നിലവിളിയും ആ പഴയ സുവർണകാലത്തെയും ഈ മഹാന്റെ ജീവിത ചരിത്രത്തിലേക്കും നമ്മെ കൊണ്ടുപോകുന്നു. വിശുദ്ധ ഖുദ്സിന്റെ നിയന്ത്രണം സലാജിക്കളുടെ കയ്യിലായ ശേഷം 17 വർഷം കഴിഞ്ഞപ്പോൾ ഹിജ്റ 488 പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും ക്രിസ്തീയ മേധാവികൾ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഫ്രാൻസിലെ ക്ലിയർമൗണ്ട് നഗരത്തിൽ വിപുലമായ ഒരു ചർച്ചാ സമ്മേളനം വിളിച്ചു ചേർത്തു. ബൈത്തുൽ മുഖദ്ദസിൽ തീർത്ഥാടനത്തിനെത്തുന്ന ക്രിസ്തീയ ഭക്തർക്ക് മുസ്ലിങ്ങളിൽ നിന്ന് ആക്രമണങ്ങളും പീഡനങ്ങളും അനുഭവപ്പെടുന്നതായുള്ള വാർത്തകൾ ഹൃദയഭേദകമായി ആ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. തുടർന്ന് യേശുവിന്റെ ജന്മസ്ഥലം മോചിപ്പിക്കാൻ മുസ്ലിങ്ങൾക്കെതിരെ കുരിശ് യുദ്ധത്തിന് സ്വയം സജ്ജരാകാൻ ക്രിസ്ത്യാനികളോട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ജീവത്യാഗത്തിന്റെ പ്രതീകമെന്നോണം ഓരോ മരക്കുരിശുകൾ ഓരോ ക്രിസ്ത്യാനിയുടെ കയ്യിലും അദ്ദേഹം കെട്ടിക്കൊടുത്തു. ഖുദ്സ് മോചിപ്പിക്കാൻ ത്യാഗം ചെയ്യുന്നവർക്ക് ഭൗതിക സമ്പത്തും അതോടൊപ്പം സ്വർഗവും മാർപ്പാപ്പ വാഗ്ദാനം ചെയ്തു. കുപ്രസിദ്ധനായ പത്രോസ് സന്യാസി യൂറോപ്യൻ നാടുകളിലുടനീളം ചുറ്റിക്കറങ്ങി വേണ്ടുവോളം ക്രിസ്ത്യൻ ഭക്തന്മാരെ യുദ്ധത്തിന് സജ്ജരാക്കി. ക്രൈസ്തവ ലോകത്തെ മുസ്ലിങ്ങൾക്കെതിരെ ഇളക്കിവിട്ടു. മുസ്ലിങ്ങളെ കാഫിറുകളായിട്ടാണ് അയാൾ പരിചയപ്പെടുത്തിയത്. അതോടെ ക്രിസ്ത്യാനികൾക്കിടയിൽ മുസ്ലിം വിരോധം പതഞ്ഞു പൊങ്ങി. അങ്ങനെ ഒന്നാം കുരിശ് യുദ്ധത്തിന്റെ പടപ്പുറപ്പാടുകൾ യൂറോപ്പിൽ തകൃതിയായി നടന്നു തുടങ്ങി. ഏഷ്യ മൈനറിൽ ശക്തമായ മുസ്ലിം ഭരണകൂടങ്ങൾ സ്ഥാപിക്കുകയും യൂറോപ്പിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന സർജോക്കി തുർക്കികൾ ശക്തരായ 2 നെടുംതൂണുകളായിരുന്ന സുൽത്താൻ മാലിക് ഷായും സുൽത്താൻ തതീഷും ഇതിനിടയിൽ വധിക്കപ്പെട്ടിരുന്നു. അക്കാരണത്താൽ
സിറിയയിലും ഫലസ്തീനിലും സംഘടിത മുസ്ലിം ശക്തിയുമായി മുന്നോട്ടു പോകാൻ സലാജിക്കുകളുടെ ശേഷിക്കുന്ന നേതൃത്വത്തിന് വേണ്ടതുപോലെ കഴിഞ്ഞില്ല. ഈ സന്നിഗ്ധ ഘട്ടത്തിലാണ് ഹിജറ 496 AD 1099 മുസ്ലിം ലോകത്തിന് പരാജയം സമ്മാനിച്ച ഒന്നാം കുരിശ് യുദ്ധം അരങ്ങേറുന്നത്. കുരിശ് യുദ്ധത്തിന്റെ കഥ കണ്ണീരിന്റെയും വേദനയുടെയും കഥയാണ്. ഞെട്ടലോടെയല്ലാതെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇന്നും അത് കേൾക്കാൻ സാധ്യമല്ല. കഴുത്തിൽ കുരിശുമാല അണിഞ്ഞ് കൃത്രിമ പുഞ്ചിരിയും ആതുര സേവനവുമായി നടക്കുന്നവർ മനുഷ്യവർഗത്തോട് ചെയ്ത തുല്യതയില്ലാത്ത ക്രൂരതയുടെ കഥയാണത്. 10 ലക്ഷത്തോളം വരുന്ന ക്രിസ്ത്യൻ സൈന്യം AD 1096 ആഗസ്റ്റ് 15 യുദ്ധസന്നാഹങ്ങളുമായി പുറപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങൾ ആവേശത്താൽ ഇളകി മറഞ്ഞു. പരസ്പരം പോരടിച്ചും കലഹിച്ചും നീങ്ങിയ ആ യുദ്ധസൈന്യം വഴിയിൽ കണ്ടവരെയൊന്നും വെറുതെ വിട്ടില്ല. മുസ്ലിങ്ങളെ നശിപ്പിക്കുക, ബൈത്തുൽ മുഖദ്ദസ് കൈക്കലാക്കുക എന്ന ലക്ഷ്യവുമായി പുറപ്പെട്ടവരിൽ കൂടുതലും ഫ്രഞ്ചുകാരായിരുന്നു. ചിലർ വഴിക്ക് വെച്ച് യുദ്ധ മുന്നണിയിൽ നിന്ന് പിരിഞ്ഞു. മറ്റു ചിലർ വഴിയിൽ കണ്ട പ്രദേശങ്ങളുടെ അധികാരം പിടിച്ചെടുത്തു. വിശ്വചരിത്രാവലോകനത്തിൽ ജവഹർലാൽ നെഹ്റു രേഖപ്പെടുത്തിയത് കാണുക. കുരിശ് യുദ്ധത്തിന് ധാരാളം പ്രജകളെ കിട്ടി. അവരുടെ കൂട്ടത്തിൽ നല്ലവരും ഉദ്ദേശശുദ്ധിയുള്ളവരും ഉണ്ടായിരുന്നു. എന്നാൽ നന്മയിൽ നിന്ന് എത്രയോ അകന്നവരായിരുന്നു അധികവും. ദൈവഭക്തന്മാരും മതവിശ്വാസികളും യാതൊരു മനച്ചാഞ്ചല്യവും കൂടാതെ ഏത് മഹാപാതകവും ചെയ്യാൻ കെൽപ്പുള്ള സാമുദായിക കീടങ്ങളും അടങ്ങിയ വിചിത്രമായൊരു കൂട്ടമായിരുന്നു അത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്കൃഷ്ടമായൊരു പ്രസ്ഥാനത്ത് സേവിക്കാനിറങ്ങിയ ഈ കുരിശ് യോദ്ധാക്കൾ, അഥവാ അവരിൽ വളരെ പേരെങ്കിലും അങ്ങേയറ്റം നീചവും നിൽകൃഷ്ടവുമായ പല പാതകങ്ങളും പ്രവർത്തിച്ചു. കൊള്ളയടിക്കാനും ദുർപ്രവൃത്തിയിൽ ഏർപ്പെടാനുമുള്ള തിടുക്കത്തിൽ അവരിൽ പലർക്കും ഫലസ്തീന്റെ അടുത്തെങ്ങും എത്താൻ കഴിഞ്ഞില്ല. വഴിയിൽ കണ്ട ജൂതന്മാരെയെല്ലാം കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി ചിലർ. വേറെ ചിലർ സ്വന്തം ക്രൈസ്തവ സഹോദരന്മാരെ തന്നെ കശാപ്പ് ചെയ്തു. ഇവരുടെ ദുർനയങ്ങളും ക്രൗര്യവും കണ്ട് അമർഷം മൂത്ത് അവർ കടന്നുപോയിരുന്ന ക്രൈസ്തവ രാജ്യങ്ങളിലെ തന്നെ കർഷകർ മുന്നിട്ടിറങ്ങി അവരെ ആട്ടിയോടിക്കുകയോ കൊന്നൊടുക്കുകയോ ചെയ്തു. ഈ യാത്രയിൽ അൽ റുഹായുടെ അധികാരം ക്രൈസ്തവർക്ക് കിട്ടി. ബോൾഡ് വൈൻ എന്നയാൾ അവിടെ രാജാവായി അധികാരമേറ്റു. തുടർന്ന് അന്താക്യയും അവർ പിടിച്ചെടുത്തു. 1096 പുറപ്പെട്ട കുരിശ് സൈന്യം ജെറുസലേമിലെത്തി ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കുമ്പോഴേക്ക് വർഷം 3 കഴിഞ്ഞിരുന്നു. ചിന്നിച്ചിതറിയും കൊല ചെയ്യപ്പെട്ടും കൂറുമാറിയും നശിച്ചു തീർന്ന കുരിശ് സൈന്യം ജെറുസലേമിൽ കടക്കുമ്പോൾ വെറും 40,000 ചുരുങ്ങിയിരുന്നു. അവർ ഉന്മാത്തരായി അവിടെ പടയോട്ടം നടത്തി. പ്രതിരോധിക്കാൻ കഴിയാതെ മുസ്ലിങ്ങൾ അന്തം വിട്ടുനിന്നു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം മുതൽ AD 480 പരം വർഷം മുസ്ലിം ഭരണാധികാരികളാൽ പരിപാലിക്കപ്പെട്ട വിശുദ്ധ ഖുദ്സ് കുരിശുവാഹകർ പിടിച്ചെടുത്തു. 75,000 പരം മുസ്ലിങ്ങൾ അവർ കൂട്ടക്കൊല ചെയ്തു. കുട്ടികളെ നിലത്തടിച്ചു കൊന്നു. മുസ്ലിം സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് മാനഭംഗത്തിനും മൃഗീയ വധത്തിനും ഇരയാക്കി. കുതിരകൾ രക്തപ്പുഴകളിൽ നീന്തി. ബൈത്തുൽ മുഖദ്ദസിനുള്ളിൽ മുട്ടുവരെ രക്തം തളം കെട്ടി നിന്നു. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശവാഹകരെന്ന് അവകാശപ്പെടുന്നവർ ചരിത്രത്തിൽ തുല്യതയില്ലാതെ ക്രൂരമായ നരനായാട്ടാണ് ജെറുസലമിൽ കാഴ്ചവെച്ചത്. തുടർന്ന് ഗോഡ്ഫ്രൈ ബൈത്തുൽ മുഖദ്ദസിലെ രാജാവായി. ഒന്നാം കുരിശ് യുദ്ധത്തോടെ 4 മുസ്ലിം ഭരണപ്രദേശങ്ങൾ ക്രിസ്ത്യാനികൾക്ക് കിട്ടി. ജെറുസലം, അന്താക്കിയ, തൂനിസ്, അർറൂഹ എന്നിവയായിരുന്നു അത്. അങ്ങനെ പശ്ചിമേഷ്യയിൽ അധികാരവും സമ്പത്തും കൈക്കലാക്കുക, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക, ഇസ്ലാമിന്റെ മുന്നേറ്റം തടയുക എന്നീ ലക്ഷ്യങ്ങളോടെ യൂറോപ്യൻ ചർച്ച് മേധാവികൾ ആസൂത്രണം ചെയ്ത ഒന്നാം കുരിശ് യുദ്ധം ക്രിസ്ത്യാനികളുടെ താൽക്കാലിക വിജയത്തിൽ കലാശിച്ചു. അനൈക്യത്തിന്റെ തിക്തഫലം മുസ്ലിങ്ങൾ ശരിക്കും അനുഭവിക്കുക തന്നെ ചെയ്തു. മുസ്ലിം പ്രദേശങ്ങളിലുള്ള ക്രൈസ്തവരുടെ അതിക്രമങ്ങളും ഭരണനഷ്ടവും ബൈത്തുൽ മുഖദ്ദസിലെ കുരിശ് മേധാവിത്വവും ഇസ്ലാമിക താൽപര്യങ്ങൾ ഉള്ളവരുടെ മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിച്ചു. ഛിന്ന ഭിന്നമായി പോയ മുസ്ലിം ശക്തി സംഭരിച്ച് ശക്തമായ നേതൃത്വം നൽകി മുന്നോട്ടു പോകുവാനും
നഷ്ടപ്രതാപങ്ങൾ വീണ്ടെടുക്കാനും കഴിവും തൗഫീക്കുമുള്ള ഒരു നായകന് വേണ്ടി മുസ്ലിം ലോകം ഉറ്റുനോക്കി. വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അബ്ബാസി ഖലീഫമാരും സലാജിക്കുകളും ആവും വിധം ശ്രമിച്ചെങ്കിലും ഒന്നിനും കഴിയാത്ത വിധം അവരുടെ നട്ടെല്ല് തകർന്നിരുന്നു. മഹാന്മാരായ ഖുലഫായി റാഷിദുകൾക്കും 5ാം ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനും ശേഷം ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും ആദരവ് നേടിയ ഉന്നതനായ ഭരണാധികാരി സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ രംഗപ്രവേശം ഈ സാഹചര്യത്തിലാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ജീവിത കഥയും ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിനുള്ള പടയോട്ടത്തിന്റെ കഥയും ഇസ്ലാമിക പ്രവർത്തകർക്കും പ്രസ്ഥാന ബന്ധുക്കൾക്കും നവചൈതന്യവും കരുത്തും പകരാൻ മതിയായത്. കാലം കാത്തിരുന്ന ജനനം. ഹിജ്റ 6ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അസർബൈജാനിലെ അദ്നദൈനിൽ ഒരു ദരിദ്ര മുസ്ലിം കുടുംബം താമസിച്ചിരുന്നു. കുർദു വംശജനായ ഷാദി ബിൻ മർവാൻ ആയിരുന്നു കുടുംബനാഥൻ. ക്ഷാമവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ആ പരിതസ്ഥിതിയിൽ ഷാദിയുടെ കുടുംബം നിത്യജീവിതത്തിന് പോലും ക്ലേശിച്ചു. ജീവിതമാർഗം വഴിമുട്ടുമെന്ന് കണ്ടപ്പോൾ ഷാദി മർവാൻ കുടുംബസമേതം ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു. മുൻകാല സുഹൃത്തായിരുന്ന മുജാഹിദ്ദീൻ ബഹ്റസ് അപ്പോൾ ബാഗ്ദാദിലെ തെഗ്രീത്തിൽ സലാജിക് ഭരണകൂടത്തിന്റെ ഗവർണറായി ജോലി ചെയ്തു വരികയായിരുന്നു. സുഹൃത്തിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഷാദിർ മർവാനും മക്കളും തെഗ്രീത്തിലെത്തിയത്. മുജാഹിദ്ദീൻ ബഹ്റസ് അവരെ ആദരപൂർവ്വം സ്വീകരിക്കുകയും ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സുഖസന്തോഷത്തോടെ അവർ തെഗ്രീത്തിൽ താമസിച്ചു വരവേ ഷാദിർ മർവാൻ രോഗബാധിതനാവുകയും മരണപ്പെടുകയും ചെയ്തു. പിതാവിന്റെ അപ്രതീക്ഷിതമായ വേർപാടോടെ അനാഥരായി തീർന്ന മക്കൾ നിജമുദ്ദീൻ അയ്യൂബിയും അസദുദ്ദീനും ഉപജീവനത്തിനായി ഒരു കോട്ടയുടെ കാവൽ ജോലി ഏറ്റെടുത്തു. അതുവഴി ആ കുടുംബം തെഗ്രീത്തിൽ വേരുപിടിച്ചു വന്നു. ഇസ്ലാമിക ലോകത്ത് പല മാറ്റങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അതിന്റെ പ്രതികരണങ്ങൾ തെഗ്രീത്തിലും പ്രതിധ്വനിച്ചു. തെഗ്രീത്ത് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു. ബഗ്ദാദിനും മൗസിലിനും ഇടക്കുമുള്ള പ്രദേശത്തിന്റെ അധികാരം നജമുദ്ദീൻ അയ്യൂബാണ് കുറച്ചുകാലം കൈയാളിയിരുന്നത്. ചില വിഷയങ്ങളിൽ നജമുദ്ദീൻ അയ്യൂബിന്റെ സമീപനങ്ങൾ ഗവർണർ ബഹ്റസിന് തൃപ്തികരമല്ലാതായി തുടങ്ങി. ആ അതൃപ്തി വളർന്നു വലുതായിക്കൊണ്ടിരിക്കെ ബഹ്റസിന്റെ ഉദ്യോഗസ്ഥരിൽപ്പെട്ട ഒരാളുമായി അസദുദ്ദീൻ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അടിപിടിയിൽ ആ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും ചെയ്തു. അതോടെ തദ്ദേശീയരെല്ലാം നജമുദ്ദീൻ അയ്യൂബിനും അദ്ദേഹത്തിന്റെ സഹോദരനും എതിരെ ഇളകി പുറപ്പെട്ടു. അയ്യൂബിനെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്ന് പറഞ്ഞ് ജനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങി. അള്ളാഹുവിന്റെ തീരുമാനമെന്ന് പറയട്ടെ, തങ്ങളെ സംരക്ഷിക്കുകയും പിതാവിന്റെ വേർപാടിന് ശേഷം ഒരുപാട് സഹായങ്ങൾ നൽകി സംരക്ഷിക്കുകയും ചെയ്ത മുജാഹിദ്ദീൻ ബഹ്റസുമായി അവർക്ക് വേർപിരിയേണ്ടി വന്നു. ജനങ്ങളുടെ പ്രക്ഷോഭം ശക്തമായപ്പോൾ കോട്ടയുടെ ഭരണം മറ്റാരെങ്കിലും ഏൽപ്പിച്ച് അവിടം വിട്ടു പോയിക്കൊള്ളാൻ ബഹ്റസ് കൽപ്പിക്കുകയാണുണ്ടായത്. തെഗ്രീത് പ്രദേശത്തോടും തദ്ദേശീയരോടും നജമുദ്ദീൻ അയ്യൂബിന് വളരെ സ്നേഹമായിരുന്നു. അവിടം വിട്ടുപോകാൻ അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ആവട്ടെ പൂർണ്ണ ഗർഭിണിയുമായിരുന്നു. എവിടെ അഭയം തേടും എന്നാലോചിച്ചു കൊണ്ടിരിക്കെ ആ ദിവസം രാത്രി തന്നെ തെഗ്രീത്ത് വിടാൻ കൽപ്പന വന്നു. എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ച് യാത്രക്കൊരുങ്ങിയപ്പോഴാണ് ഒരു ഭൃത്യൻ ഓടിവന്ന് ഭാര്യയുടെ പ്രസവ വാർത്ത അറിയിച്ചത്. അതൊരു ദുശകുനമായാണ് അയ്യൂബിന് തോന്നിയത്. പലരും അങ്ങനെ പറയുകയും ചെയ്തു. ആ കൈക്കുഞ്ഞിനെയും കയ്യിലേന്തി നജമുദ്ദീനും സഹോദരനും കുടുംബസമേതം അന്ന് തന്നെ തെഗ്രീത് വിട്ടു. എങ്ങോട്ടാണ് ഈ യാത്ര? അവർക്കൊരു ലക്ഷ്യബോധവും ഉണ്ടായിരുന്നില്ല. ഇരുളിന്റെ മറവിൽ അവർ ദീർഘദൂരം. നേരം പുലരാനടുത്തപ്പോൾ അവർ തളർന്ന മനസ്സുമായി ഒരിടത്ത് വിഷമിക്കാനിരുന്നു. ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ മാനസിക സംഘർഷത്തിന്റെ വേലിയേറ്റത്തിൽ നജമുദ്ദീൻ അയ്യൂബ് പലതും പുലമ്പാൻ തുടങ്ങി. ഇതിനിടക്ക് നവജാത ശിശുവിന്റെ നിലക്കാത്ത നിലവിളിയും ആ കുട്ടിയുടെ ജന്മത്തിൽ എന്തോ പന്തികേടുള്ള പോലെ അയ്യൂബിന് തോന്നി.
എങ്കിലും നേരത്തെ തീരുമാനിച്ചതിനനുസരിച്ച് കുട്ടിക്ക് അവർ സലാഹുദ്ദീൻ യൂസുഫ് എന്ന് പേരിട്ടു. വഴിക്ക് വെച്ച് കുട്ടിയെ കൊന്നു കളഞ്ഞാലോ എന്ന് പോലും അയ്യൂബ് ചിന്തിച്ചു അത്രേ. അദ്ദേഹത്തിന്റെ പരാക്രമം കണ്ട ഭാര്യ കുഞ്ഞിന്റെ സുരക്ഷയിൽ ഏറെ ശ്രദ്ധ പുലർത്തി. അവസാനം എല്ലാവരും കൂടി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ഈ പ്രതിസന്ധി ഒരു വിജയത്തിന്റെ തുടക്കമായേക്കാം. മനുഷ്യൻ തിന്മയായി കാണുന്നത് അള്ളാഹു നന്മയായി മാറ്റിയേക്കാം. അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം. അവർ മൗസിലിനെ ലക്ഷ്യമാക്കി നീങ്ങി. പ്രസവിച്ചയുടൻ വിശ്രമവും ശുശ്രൂഷയും ലഭിക്കുന്നതിന് മുമ്പുള്ള ഈ ദീർഘയാത്ര ആ മാതാവിനും കുഞ്ഞിനും ഒരു പരീക്ഷണം തന്നെയായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു ഘട്ടമായിരുന്നു അപ്പോൾ അയ്യൂബിന്റെ കുടുംബത്തിന് വന്നുപെട്ടത്. അവസാനം അവർ മൗസിലിലെത്തി. ഹിജ്റ 531 AD 1137 ജനിച്ച ഈ കുട്ടിയാണ് പിന്നീട് മുസ്ലിം ലോകത്തിന്റെ ആവേശമായി തീർന്ന സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകം കുരിശുപടക്ക് മുമ്പിൽ മുട്ടി വിറച്ചു നിന്നപ്പോൾ വീരനായകനായി വന്ന് മോചനത്തിന്റെ വഴി തുറന്ന സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു. നജുമുദ്ദീൻ അയ്യൂബിന്റെ മകൻ സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ബഅലക്കിലാണ് വളർന്നത്. നൂറുദ്ദീൻ മഹ്മൂദിന്റെ ഭരണ നൈപുണ്യവും അതിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാനും സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞു. അസദുദ്ദീന്റെ കൂടെ ആദ്യമായി സേവകനായി രംഗത്ത് വന്ന സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു യുദ്ധ നൈപുണ്യവും ഭരണപാഠവുമെല്ലാം ലഭിച്ചത് നൂറുദ്ദീൻ മഹ്മൂദിൽ നിന്നാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. സിറിയയിലും പരിസരങ്ങളിലും നൂറുദ്ദീൻ മഹ്മൂദിന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ജെറുസലേമും ബൈത്തുൽ മുഖദ്ദസും ക്രിസ്ത്യൻ രാജാവ് അമൂരിയുടെ കയ്യിലായിരുന്നു. ഈജിപ്തിലാവട്ടെ ഷിയാക്കളുടെ ഫാത്തിമി ഭരണകൂടവും. 4ാം ഖലീഫ അലി ബിൻ അബി ത്വാലിബിന്റെ മകളായിരുന്ന ഫാത്തിമ എന്ന മഹദിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഉബൈദുള്ള എന്നയാളാണ് ഹിജ്റ 297 ഫാത്തിമിയ ഭരണകൂടം സ്ഥാപിച്ചത്. അദ്ദേഹം മഹദി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഉബൈദുള്ളയുടെ കാലശേഷം ഫാത്തിമി ഖലീഫമാർ ഉബൈദികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈജിപ്തിൽ മാത്രം 11 ഫാത്തിമി ഖലീഫമാർ 210 വർഷം ഭരണം നടത്തിയിട്ടുണ്ട്. അവരിൽ ആദ്യത്തെയാൾ അൽ മുഇസ്സു ദീനില്ലായും അവസാനത്തെയാൾ അൽ ആലിദ് ദീനില്ലായും ആയിരുന്നു. ആദ്യമായി ഫാത്തിമ ഭരണകൂടം നിലവിൽ വന്നത് മൊറോക്കയിലാണെന്നാണ് ചരിത്രം. ദുർബലമായ ഫാത്തിമി ഭരണകൂടത്തിനെതിരെ കുരിശുപടകൾ പലപ്പോഴും ഭീഷണി ഉയർത്തിയിരുന്നു. ഈജിപ്തിനെ ആക്രമിക്കാൻ തക്കം പാർത്തിരുന്ന അമൂരിക്ക് നല്ലൊരവസരം വീണുകിട്ടി. ഫാത്തിമി ഭരണകൂടത്തിലെ 2 മന്ത്രിമാർ തമ്മിൽ ഒരേറ്റുമുട്ടൽ നടന്നു. കാരണക്കാരൻ ഖലീഫ അൽ ആലിദ് തന്നെയായിരുന്നു. ഖിലാഫത്ത് ഏറ്റെടുത്ത അദ്ദേഹം ഭരണകാര്യത്തിൽ കുട്ടിക്കളി പോലെയായിരുന്നു കണ്ടിരുന്നത്. നിസാര കാര്യത്തിന് ഖലീഫ തന്റെ മന്ത്രിസഭയിലെ അബൂ ഷുജാ ഷവർ ബിൻ മുജീർ അസ്സൈദിയെ പുറത്താക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ പ്രതിയോഗിയായ മൻസൂർ ബിൻ സവാദിനെ മന്ത്രിയാക്കി നിയമിക്കുകയും ചെയ്തു. ഈ നടപടിയിൽ ക്ഷുഭിതനായ ഷാവർ ഖലീഫക്കും മൻസൂറിനുമെതിരെ യുദ്ധത്തിനൊരുങ്ങി. സ്ഥാനം നഷ്ടപ്പെട്ട അയാൾ എന്തും ചെയ്യുമെന്നായപ്പോൾ ഖലീഫയും പുതിയ മന്ത്രി മൻസൂറും ക്രിസ്ത്യൻ രാജാവ് അമൂരിയുടെയും ഫ്രഞ്ച് സൈന്യത്തിന്റെയും സഹായം അഭ്യർത്ഥിച്ചു. അമൂരിയുടെ സഹായം തേടുന്നതിൽ മൻസൂറിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഈജിപ്തിലെ കാർഷിക വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം ആദ്യം തന്നെ അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു. യുദ്ധത്തിന് സഹായിക്കുക കൂടിയാവുമ്പോൾ മുഴുവൻ സമ്പത്തും അമൂരി കൊള്ളയടിക്കും, ഈജിപ്ത് ദരിദ്രമാകുകയും ചെയ്യുമെന്ന് പേടിയായിരുന്നു അയാൾക്ക്. ഈ സാഹചര്യത്തിൽ ഷാവർ ഈജിപ്തിലെ സംഭവങ്ങൾ വിശദീകരിച്ച് സിറിയൻ ഭരണാധികാരി നൂറുദ്ദീൻ മഹ്മൂദിന് കത്തയക്കുകയും മൻസൂറുമായുള്ള യുദ്ധത്തിൽ സഹായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തനിക്ക് ഭരണം തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഈജിപ്തിലെ മൊത്തം വരുമാനത്തിന്റെ 1/3 ഭാഗം നൂറുദ്ദീന് നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. രാജ്യത്തെ 2 തുല്യ ശക്തികൾ പരസ്പരം പോരടിക്കുകയും ശത്രുരാജ്യം അതിൽ കക്ഷി ചേരുകയും ചെയ്യുന്നതിലുള്ള അപകടം മനസ്സിലാക്കി നൂറുദ്ദീൻ മഹ്മൂദ് എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്തു. അസദുദ്ദീൻ നൂറുദ്ദീനെ ഈജിപ്തിൽ ഇടപെടാൻ ശക്തമായി പ്രേരിപ്പിച്ചു. അങ്ങനെ നൂറുദ്ദീൻ മഹ്മൂദ് അസദുദ്ദീന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഈജിപ്തിലേക്ക് അയച്ചു. കൂടെ സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു.
അന്ന് അദ്ദേഹത്തിന് 26 വയസ്സ് മാത്രമാണ് പ്രായം. അമൂരിയുടെ സൈന്യം ഈജിപ്തിലെത്തും മുമ്പ് തന്നെ അസദുദ്ദീന്റെയും ഷാവറിന്റെയും പട്ടാളം ഒന്നിച്ചു ചേർന്ന് മൻസൂറിനോട് ഏറ്റുമുട്ടുകയും അയാളെ വധിക്കുകയും ചെയ്തു. ഷാവറിന് അധികാരം തിരിച്ചു കിട്ടി. അതോടെ ഈജിപ്തിലെ ആഭ്യന്തര കലാപത്തിന് താൽക്കാലിക ശാന്തി കൈവന്നെങ്കിലും ഷാവർ നൂറുദ്ദീൻ മഹ്മൂദിനോട് ചെയ്ത വാഗ്ദാനം പാലിക്കാൻ കൂട്ടാക്കിയില്ല. അയാൾ നേരത്തെ ശത്രുവായിരുന്ന അമൂരിയുടെ സൈന്യത്തെ കൂട്ടുപിടിച്ച് നൂറുദ്ദീനെതിരെ രംഗത്തെത്തി. ഈ നന്ദികൾ നൂറുദ്ദീനെ വളരെയേറെ വേദനിപ്പിച്ചു. തിരിച്ചു പോന്ന അസദുദ്ദീനെയും സലാഹുദ്ദീനെയും വീണ്ടും നൂറുദ്ദീൻ ഈജിപ്തിലേക്ക് അയച്ചു. അവർ അവിടെ ചെന്ന് ബൽഖീസ് കോട്ട ഉപരോധിക്കാൻ തുടങ്ങി. പക്ഷേ അമൂരിയുടെ പിന്തുണയുള്ള ഷാവറിനെ ഒറ്റയടിക്ക് പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ ഈജിപ്തിൽ നിന്ന് 2 വിദേശ സൈന്യങ്ങളും പിന്മാറുകയെന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇരുവിഭാഗവും യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അസദുദ്ദീനും സലാഹുദ്ദീനും സിറിയയിലേക്ക് മടങ്ങി. ഷാവർ നന്ദികേടാണ് അസദുദ്ദീനോട് കാട്ടിയത്. സഹായം നൽകിയ കൈക്കു കടിച്ച ഷാവറിനെ ഒതുക്കി നിർത്തേണ്ടത് നൂറുദ്ദീൻ മഹ്മൂദിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് അനിവാര്യമായിരുന്നു. ഐക്യ കരാർ അനുസരിച്ച് അസദുദ്ദീന്റെ സൈന്യം സിറിയയിലേക്ക് തിരിച്ചപ്പോൾ അമൂരിയുടെ സൈന്യം ഈജിപ്തിൽ പിടിമുറുക്കുകയാണ് ചെയ്തത്. ഹിജ്റ 564 AD 1168 മുഹറം മാസത്തിൽ അവർ ഫാത്തിമികളിൽ നിന്ന് അലക്സാൻഡ്രിയ പിടിച്ചെടുക്കുകയും ഖൈറോയിലും മറ്റും മുസ്ലിം കേന്ദ്രങ്ങളിലും നികുതി പിരിക്കാൻ ഓഫീസുകൾ തുറക്കുകയും ചെയ്തു. ഈ സമയം ഖലീഫ അൽ ആലിദ് നൂറുദ്ദീൻ മഹ്മൂദിന് നേരിട്ടൊരു കത്തെഴുതി. ഈജിപ്തിന്റെ പല ഭാഗത്ത് നിർത്തിയിരുന്ന അമൂരിയുടെ സൈന്യം ഈജിപ്ത് പിടിച്ചടക്കാൻ ഒരുങ്ങുന്നുവെന്നും സഹായിക്കണമെന്നുമായിരുന്നു കത്ത്. അത് മാനിച്ച് അസദുദ്ദീന്റെയും സലാഹുദ്ദീന്റെയും നേതൃത്വത്തിൽ സൈന്യം ഈജിപ്തിലേക്ക് മാർച്ച് ചെയ്തു. ഹിജ്റ 1564 റബീഉൽ ആഖിർ AD 1169 ജനുവരി ജെറുസലാം രാജാവ് അമൂരിയെയും ഈജിപ്ത് പ്രധാനമന്ത്രി ഷാവറിനെയും അവർ ഒരുമിച്ച് തോൽപ്പിച്ചു. ഈജിപ്തിന്റെ മണ്ണിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ചേക്കേറാൻ അവസരം കൊടുത്ത വഞ്ചകനായ ഷാവർ ബിൻ മുജീറിനെ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു പിടികൂടി ഖലീഫയുടെ അനുമതി പ്രകാരം വധിക്കുകയുണ്ടായി. 3 മാസത്തോളം കൊടുമ്പിരി കൊണ്ട യുദ്ധമാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ കുരിശ് സൈന്യം തോറ്റോടി. തുടർന്ന് ഹിജ്റ 564 റബീഉൽ ആഖിർ 17 1169 ജനുവരി 18 അസദുദ്ദീൻ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ഭരണകാര്യങ്ങളിൽ പൃഥ്വിനെ സഹായിക്കാൻ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു രംഗത്തുണ്ടായിരുന്നു. കുരിശുപടയോട് അനേകം തവണ അവർ നേരിട്ട് പോരാടി. നൂറുദ്ദീൻ മഹ്മൂദിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്ന അസദുദ്ദീൻ അധികാരത്തിലെത്തി 2 മാസങ്ങൾക്ക് ശേഷം രോഗബാധിതനാവുകയും സ്വാഭാവിക മരണം വരിക്കുകയും ചെയ്തു. സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ രംഗപ്രവേശനത്തിന് അവസരമൊരുങ്ങിയത് ഇതോടെയാണ്. 32ാമത്തെ വയസ്സിൽ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായി രംഗത്ത് വന്ന സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു പിന്നീട് അൽ മലിക്കുൻ നാസിർ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടത്. ഖുലഫാഉ റാഷിദുകൾക്കും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ശേഷം ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ആദരവ് നേടിയ മഹോന്നതനായ ഭരണാധികാരിയാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു. 10,000-കണക്കിന് മുസ്ലിം ഭരണാധികാരിൽ നിന്നും വേറിട്ട വ്യക്തിത്വമായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്തെ വെള്ളി നക്ഷത്രമാണ്. വഴികാട്ടിയായ നൂറുദ്ദീൻ മഹ്മൂദിൽ നിന്നും പിതാവ് നജമുദ്ദീൻ അയ്യൂബിൽ നിന്നും പൃഥ്വ്യൻ അസദുദ്ദീനിൽ നിന്നും കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച ഭരണരാഷ്ട്രീയ തന്ത്രങ്ങളും നൈസർഗികമായി കിട്ടിയ നേതൃശേഷിയും സിരകളിൽ തിളക്കുന്ന ഈമാനികാവേശവും അദ്ദേഹത്തെ തിരിച്ചും വ്യത്യസ്തനാക്കി. ആഭ്യന്തരവും വൈദേശികവുമായ വെല്ലുവിളികൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അദ്ദേഹത്തെ പിന്തുടർന്നെങ്കിലും അതെല്ലാം അദ്ദേഹം ചങ്കൂറ്റത്തോടെ നേരിട്ടു. അസദുദ്ദീന്റെ അധികാരാരോഹണവും 2 മാസവും 5 ദിവസവും നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ഭരണവും പെട്ടെന്നുള്ള വേർപാടും പെട്ടെന്ന് സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ രംഗപ്രവേശവും അമൂരി രാജാവും കൂട്ടരും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അയ്യൂബിയുടെ ഭരണകാലത്ത് ചില പുകഞ്ഞ പുള്ളികൾ രാജ്യത്തെ ആഭ്യന്തര രംഗങ്ങളിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചിരുന്നു. ഈ അവസരം മുതലെടുത്ത് ജെറുസലേം രാജാവ് അമൂരി റോമക്കാരായ ക്രിസ്ത്യാനികളെ കൂട്ടുപിടിച്ച് ഈജിപ്ഷ്യൻ നഗരമായ ദിമ്യത്ത് ഉപരോധിക്കാൻ ശ്രമിച്ചു. ഉടനെ
സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു നൂറുദ്ദീൻ മഹ്മൂദിന്റെ സഹായം അഭ്യർത്ഥിച്ചു. ഉടൻ അദ്ദേഹം ദിമിഷ്കിൽ താമസിക്കുകയായിരുന്ന നജമുദ്ദീൻ അയ്യൂബിനെയും കുടുംബത്തെയും സഹായ സാമഗ്രികളോടൊപ്പം ഈജിപ്തിലേക്ക് അയച്ചു കൊടുത്തു. പിതാവിനെയും കുടുംബത്തെയും കൂട്ടിന് കിട്ടിയ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു കൂടുതൽ ഉത്സാഹമായി. അദ്ദേഹം ഉടനെ തന്നെ സൈന്യ സജ്ജീകരണം നടത്തി ദിമ്യാത്തിൽ നിന്ന് കുരിശുപടയെ തുരത്തിയോടിച്ചു. രാജ്യത്ത് ദിനം തോറുമെന്നോണം പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെ അതിശക്തമായി അദ്ദേഹം നേരിട്ടു. അതോടെ ഭരണരംഗം സുഗമമായി മുന്നോട്ടു നീങ്ങി. ഇടയ്ക്കിടെ ശല്യം ചെയ്തിരുന്ന അമൂരിയെയും കൂട്ടുകാരെയും താൽക്കാലികമായെങ്കിലും മൂലക്കിരുത്തി. ബാഗ്ദാദിലെ അബ്ബാസി ഖലീഫയെപ്പോലെ തന്നെ ഈജിപ്തിലെ ഫാത്തിമി ഖലീഫ അൽ ആലിദിലി ദീനില്ലായും വാർദ്ധക്യത്തിൽ ദുർബലാവസ്ഥയായിരുന്നു. ഷിയാക്കളിലെ ഇസ്മായിലി വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ സുന്നികളായ ഭൂരിപക്ഷത്തിന് മതിപ്പും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന്റെ സാമൂഹിക താല്പര്യങ്ങൾക്കനുസരിച്ച് പഠിക്കുകയും ആനുകാലിക മുസ്ലിം പ്രശ്നങ്ങൾ വിലയിരുത്തുകയും ചെയ്ത സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു സമൂഹത്തെ ആദർശപരമായി ഒന്നിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത്തെക്കുറിച്ചും ചിന്തിച്ചു. മാനസിക ഐക്യമാണ് മുസ്ലിം സമുദായത്തിന്റെ അഖണ്ഡതക്കും നിലനിൽപ്പിനും ആവശ്യമായിട്ടുള്ളതെന്ന് അദ്ദേഹം അനുഭവ പാഠങ്ങളിലൂടെ മനസ്സിലാക്കി. പതിറ്റാണ്ടുകളായി ഈജിപ്ത് ഭരിച്ചിരുന്ന ഫാത്തിമി ഖിലാഫത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ വളരെ ക്ഷീണിപ്പിച്ചിരുന്നു. തേഞ്ഞുമാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സുന്നി ആദർശത്തിന് പുതുജീവൻ പകരാനും ഷിയാക്കളെ സുന്നിവൽക്കരിക്കാനും സുന്നി വിരുദ്ധ ഭരണം അവസാനിപ്പിക്കാനും അനുകൂലമായ ഒരവസരത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. അന്യായമായ മാർഗത്തിലൂടെ ലക്ഷ്യം നേടിയെടുക്കാൻ അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. ലക്ഷ്യം മാത്രമല്ല, അത് നേടാനുള്ള മാർഗവും പരിശുദ്ധമാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഫാത്തിമി ഖലീഫയുടെയും അബ്ബാസി ഖലീഫയുടെയും പേരുകൾ വെള്ളിയാഴ്ച തോറും ജുമാ കുത്തുബുകളിൽ പരാമർശിച്ചിരുന്നതിനാലാണ് ജനങ്ങൾ അവരെ ഓർത്തിരുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്ക് ജനങ്ങൾക്കിടയിൽ യാതൊരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല. ഫാത്തിമി ഖലീഫ രോഗബാധിതനായി പുറത്തിറങ്ങാതെ തന്റെ രാജ്യത്ത് നടക്കുന്നതൊന്നും അറിയാതെ ഒതുങ്ങിക്കൂടുകയായിരുന്നു. 2 നൂറ്റാണ്ടിലേറെക്കാലം ലോകത്ത് നിലനിന്നിരുന്ന ഫാത്തിമി ഖിലാഫത്ത് ഈജിപ്തിൽ അവസാനിച്ചതായി ഹിജ്റ 967 സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു പരസ്യ പ്രഖ്യാപനം നടത്തി. ജുമാ ഖുതുബകളിൽ അബ്ബാസി ഖലീഫയുടെ പേര് മാത്രം പരാമർശിച്ചാൽ മതിയെന്ന് അദ്ദേഹം രാജ്യത്തെ എല്ലാ ഖതീബമാരോടും ആജ്ഞാപിച്ചു. അരാജകത്വം നിറഞ്ഞ ഫാത്തിമി ഖിലാഫത്ത് ഈജിപ്തിൽ ഔദ്യോഗികമായി അവസാനിപ്പിച്ച വിവരമറിഞ്ഞ് ബാഗ്ദാദിലെ അബ്ബാസി ഖലീഫയും സുന്നി വിശ്വാസികളും വളരെ സന്തോഷിച്ചു. ഇസ്ലാമിക സമൂഹത്തെ ഏറെ തെറ്റിദ്ധരിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ ഭരണപരമായ മേൽക്കോയ്മ താൽക്കാലികമായെങ്കിലും അവസാനിച്ചത് ഇസ്ലാമിക താൽപര്യമുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കാതിരിക്കും? ഇസ്ലാമിക രാജ്യങ്ങളിൽ ആഘോഷ പ്രകടനങ്ങൾ നടന്നു. നാമമാത്രമായ ഷിയാക്കൾ ഒന്നും ചെയ്യാൻ കഴിയാതെ ഒതുങ്ങിക്കൂടേണ്ടി വന്നു. ഈജിപ്തിൽ ചിലയിടങ്ങളിൽ അവരിൽ ചിലർ കുഴപ്പമുണ്ടാക്കിയെങ്കിലും അവരെ അടിച്ചമർത്തുവാനും അവസരങ്ങൾ ഒതുക്കുവാനും സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഒരു പ്രയാസവും ഉണ്ടായില്ല. നൂറുദ്ദീന്റെ മരണശേഷം സിറിയ ആഭ്യന്തര കുഴപ്പത്തിലായി. അദ്ദേഹത്തിന്റെ ആശയാഭിലാഷങ്ങൾ നടപ്പിൽ വരുത്താൻ സിറിയയിൽ പ്രാപ്തരായ ആളുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധ അങ്ങോട്ടായി. സിറിയയും തന്റെ അധികാര പരിധിയിൽ കൊണ്ടുവരേണ്ടത് ലക്ഷ്യപൂർത്തീകരണത്തിന് ആവശ്യമാണെന്ന് അദ്ദേഹം കണ്ടു. പക്ഷേ കാര്യം എളുപ്പമായിരുന്നില്ല. മാസങ്ങൾ നീണ്ടുനിന്ന സംവാദങ്ങൾക്കും ചില സംഘടനകൾക്കും ശേഷം സിറിയയുടെ അധികാരം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപനം നടത്തി. പട്ടാളക്കാരുടെ കയ്യിലെ പാവയായി മാറിയിരുന്ന നൂറുദ്ദീന്റെ മകൻ അൽ മലീഖ് സ്വാലിഹിന്റെ നാമം നാണയത്തിൽ നിന്നും ജുമാ ഖുതുബകളിൽ നിന്നും നീക്കം ചെയ്തു. ചിലയിടങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട ലഹളകൾ ശക്തമായി തന്നെ നേരിട്ടു. കുഴപ്പക്കാരെ പിടികൂടി വധിച്ചു കളഞ്ഞു. നൂറുദ്ദീൻ മഹ്മൂദിന്റെ കുടുംബത്തോട് വളരെ ബഹുമാനത്തോടെയും ആദരവോടും കൂടിയാണ് സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു പെരുമാറിയത്. അവർക്കാവശ്യമായതെല്ലാം കൊടുക്കുകയും അവരുടെ ക്ഷേമത്തിൽ പ്രത്യേക താല്പര്യമെടുക്കുകയും ചെയ്തു. ഹിജ്റ 570 മുതൽ ഈജിപ്ത്, യമൻ, തൂനിസ്, ഫലസ്തീൻ, സിറിയ എന്നിവിടങ്ങളിലെല്ലാം സുൽത്താനായി സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു അവരോധിക്കപ്പെട്ടു. പൗരസ്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു. അപ്പോഴേക്കും ജെറുസലേം രാജാവ് അമോരി മരണപ്പെട്ടു പോയിരുന്നു. അയാളുടെ മരണശേഷം ജെറുസലേമിന്റെ ഭരണഭാരം ഏറ്റെടുത്തത് കേവലം 13 വയസ്സ് മാത്രം പ്രായമായ പുത്രൻ ബൽദവീനാണ്. അതോടെ അവിടെ ആഭ്യന്തര കുഴപ്പം തുടങ്ങി.
അവസാനം അമൂരിയുടെ മകൾ സൈബലിന്റെ ഭർത്താവ് ഗായിലൗസന്യൻ അധികാരമെടുത്തു. ഇതിൽ അസൂയ പൂണ്ട ചില കുടുംബങ്ങളും കുരിശ് യോദ്ധാക്കളിൽ പ്രമുഖനും തൂനിസിന്റെ ഭരണാധിപനുമായ റമൻഡ് മൂന്നാമനും സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുമായി അനുഭാവം പ്രകടിപ്പിച്ചു തുടങ്ങി. കുരിശുകാർ ആശയക്കുഴപ്പത്തിൽ വട്ടം കറങ്ങുമ്പോൾ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു മുസ്ലിം രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാനുള്ള ആസൂത്രണങ്ങളുമായി അദ്ദേഹം വളരെയേറെ മുന്നോട്ടു പോയി. മുസ്ലിം ചെറുപ്പക്കാരിൽ ആശയവും ആവേശവും ജനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രതീക്ഷ